പണിക്ക് പോകാൻ ഇറക്കിയതാണ്. അപ്പം പണിക്ക് പോയിട്ട് അത് വിഴിഞ്ഞത്തിലേക്ക് ഉണ്ടാക്കാമെന്നുള്ള തീരുമാനമായിരുന്നു. പണിക്ക് പോയിട്ട് അങ്ങനെ പോകാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇറക്കിയത്. ഇപ്പോൾ ഇവിടുത്തെ ഈ ശംഖുമുഖം ബീച്ചിലെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. ഇപ്പം വന്ന ഈ കാലവർഷത്തിലാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇത്രയും കാരണം നേരത്തെ കുറച്ച് അതായത് ഒരു മാസങ്ങൾക്ക് മുമ്പൊക്കെ ഇവിടെ ഇത്തിരി തീരം ഉണ്ടായിരുന്നു. നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ശംഖുമുഖത്ത് വെള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയെ കാണാതായി. ശംഖുമുഖം സ്വദേശി മഹേഷിനെയാണ് കാണാതായത്. മത്സ്യബന്ധനത്തിന് പോയ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. മഹേഷിനായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഒപ്പമുണ്ടായിരുന്നയാൾ നീന്തി രക്ഷപ്പെട്ടു. ഇന്ന് രാവിലെ 7:30 മണിയോടെയാണ് ശംഖുമുഖം തീരത്തു നിന്ന് 2 പേർ വള്ളവുമായി മീൻ പിടിക്കാൻ പോയത്. ശക്തമായ കടലാക്രമണമായിരുന്നു ഉണ്ടായിരുന്നത്. ശക്തമായ തിരയിൽപ്പെട്ട വെള്ളം മറിയുകയായിരുന്നു. എന്നാൽ ഇതുവരെ മഹേഷിനെ കണ്ടെത്താനായിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും ചേർന്ന് തിരച്ചിൽ ഇപ്പോൾ തുടരുകയാണ്. കോസ്റ്റ് ഗാർഡും പോലീസും സംഭവ സ്ഥലത്തെത്തി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ഞങ്ങൾ ആ സമയത്ത് ഇവിടെ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 7:30-8 മണിയോടുകൂടി വള്ളം ഇവിടെ നിന്ന് ഇങ്ങനെ കടലിലോട്ട് ഇറക്കി വിട്ട് 2 പേർ അതിലുണ്ടായിരുന്നു. അവർ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് വള്ളം ഓടുകയായിരുന്നു. ഓടിയപ്പോഴത്തേക്ക് ഒരു തിരമാല വന്നു. തിരമാല വന്നതിന് ശേഷം വള്ളം അടിച്ചു കമിഴ്ത്തിയപ്പോഴത്തേക്ക് അതിൽ ഈ 2 പേരും അകപ്പെട്ട് 2 പേരും കുറച്ച് നേരം നീന്തിക്കിടന്ന് എന്നിട്ട് കരയ്ക്ക് നീന്തുന്ന സമയത്ത് വീണ്ടും ഒരു തിര വന്ന് 2 പേരെയും കൂടെ തിര അടിച്ചതിന് ശേഷം 2 പേരും ഒരു 5 മിനിറ്റ് വരും കാണാനില്ലായിരുന്നു. പിന്നെ അതിനുശേഷം ഒരാൾ വന്ന് 5 മിനിറ്റിന് ശേഷം ഒരാൾ വന്ന് പൊങ്ങി, ഒരാൾ പൊങ്ങിയിട്ടില്ല. അങ്ങനെ ആ ഒരാൾ വെള്ളത്തിൽ. ആ കരയ്ക്ക് വന്ന ആ വ്യക്തിയെ ഞങ്ങൾ 2 ലൈഫ് ഗാർഡ് ചേർന്ന് കരയ്ക്ക് രക്ഷിച്ച് കൊണ്ടുവന്നു. ഇപ്പം വന്ന ഈ കാലവർഷത്തിലാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇത്രയും കാരണം നേരത്തെ കുറച്ച് അതായത് ഒരു മാസങ്ങൾക്ക് മുമ്പൊക്കെ ഇവിടെ ഇത്തിരി തീരം ഉണ്ടായിരുന്നു. ഇപ്പം ഈ കാലാവസ്ഥയെ സംബന്ധിച്ച് ഇപ്പം വന്ന ഇതിലാണ് ഈ തീരങ്ങൾ നഷ്ടപ്പെട്ടത്. ഇപ്പം ഇവിടുന്ന് മൊത്തത്തിൽ കല്ലാണ്. ആ ആളെ രക്ഷിക്കാൻ ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്കും കല്ല് ചവിട്ടിയാണ് നമ്മൾ കല്ലിൻ്റെ മീതെ വെച്ചാണ് ആളെ വലിച്ചു കയറ്റി രക്ഷപ്പെടുത്തിയത്. കാരണം ആ ഒരു അവസ്ഥയാണ്, ഒരു ദയനീയമായ അവസ്ഥയാണ്. ഇപ്പോൾ ഇവിടുത്തെ ഈ ശംഖുമുഖം ബീച്ചിലെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. കാരണം ഇവിടെ മെയിനായിട്ട് എന്ന് പറയുന്നത് സൂസൈഡ് ചെയ്യാൻ വേണ്ടി വരുന്ന ജനങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത്. അതുകൊണ്ട് നമ്മൾ നേരത്തെ അത് നമ്മുടെ അധികൃതർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ബാരികാർഡ് എടുക്കണമെന്ന്. ആ ഒരു സജ്ജീകരണം പോലും നമുക്കിതുവരെ തന്നിട്ടില്ല. ഞങ്ങൾ രാവിലെ വന്ന് ഈ റോപ്പുകളെല്ലാം ഞങ്ങൾ വലിച്ചു കെട്ടിയാണ് ഇവിടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് വേറെ ഒരു വഴിയുമില്ല. നമ്മൾ പറയേണ്ടവരേൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരേക്കും ആരും ഒരു മുൻകൈ എടുത്ത് നമുക്കിതുവരെയും ഒന്നും ചെയ്തു തന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കടലടിച്ച് നഷ്ടപ്പെട്ട ഒരു പയ്യൻ നഷ്ടപ്പെട്ടു പോയി. ലോൺ എടുത്ത എഞ്ചിനാണ്. അപ്പോൾ ഇനി അടയ്ക്കേണ്ട നിവൃത്തിയാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോയാൽ ഇനി അടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പണിക്ക് പോകാൻ ഇറക്കിയതാണ്. അപ്പം പണിക്ക് പോയിട്ട് അത് വിഴിഞ്ഞത്തിലേക്ക് ഉണ്ടാക്കാമെന്നുള്ള തീരുമാനമായിരുന്നു. പണിക്ക് പോയിട്ട് അങ്ങനെ പോകാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇറക്കിയത്. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടു പോയി.